ഹലോ, ഇന്ന് 5:30 ലൈവ് വരുവേ. എല്ലാവരും കമൻറ്റ് ചെയ്ത് പറ എന്ത് കാണണോ, ഗാർഡൻ കാണണോ. എൻ്റെ വീട് കൊല്ലത്ത്. കൊല്ലം സിറ്റിയിൽ ഒരു സ്ഥലത്ത്. താങ്ക് യു. ഏത് വീഡിയോ കൂടുതൽ ഇഷ്ടം? ഗാർഡൻ വീഡിയോസാണോ അതോ വേറെ ഏതെങ്കിലും ആണോ? കൊട്ടാരക്കര ഗാർഡൻ വീഡിയോ. എൻ്റെ മമ്മിയാണ് ഗാർഡനിങ് ചെയ്യുന്നത്. ഹസ്ബൻഡ് മക്കൾ എന്ത് ചെയ്യുന്നു? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മമ്മിയും ഡാഡിയും ചേട്ടനുണ്ട് വീട്ടിൽ. ഇപ്പോൾ ദാ ഇവിടുത്തെ ബോഗൺവില്ലയൊക്കെ കട്ടിങ് ചെയ്ത്. ഇല്ല, ഞാനിപ്പോൾ ജോബൊന്നും ചെയ്യുന്നില്ല. ജോബ് നോക്കുന്നുണ്ട്. ഞാൻ മുൻപ് വർക്ക് ഫ്രം ഹോം ചെയ്യായിരുന്നു. ഇപ്പോഴും ജോബ് കിട്ടുമ്പോൾ ചെയ്യാറുണ്ട്. IT ജോബ്. When we can see your face? You can see my face when I get 1 million subscribers. അച്ഛന് ബിസിനസ്സാണ്, ഇൻവെർട്ടർ ബിസിനസ്. മമ്മി ഹൗസ് വൈഫ്. പിന്നെ ഞങ്ങൾ വിചാരിക്കുക കുറച്ച് ചെടികളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഈ കാണുന്ന അലമണ്ടയുടെ പീസൊക്കെ ഇട്ടിട്ട് വേഗം ചെടിയാക്കാൻ പറ്റുന്നത് ഈസിലി. കുറേ ചെടി വെച്ചായിരുന്നു. ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കുകയും ചെയ്തായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നെടുക്കാം ചെടികളൊക്കെ. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഫസ്റ്റ് വീഡിയോ ഇട്ടതേ ഉള്ളൂ. അതിൽ ഈ ചെടികളൊക്കെ വേണമെങ്കിൽ അവർക്ക് ഞാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഇടും. അലമണ്ട ഉണ്ട്, പിന്നെ ഓഫീസ് ടൈം ഫുൾ ഓഫീസ് ടൈമാണ്. പിന്നെ പെൻടാസ് ഉണ്ട്, പിന്നെ ബോഗൺവില്ല. മിക്കവാറും എല്ലാ കളറും ഉണ്ട്. ഡാർക്ക് വയലറ്റ് ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, ബ്രൈറ്റ് പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. പിന്നെ ഈ ചെത്തിപ്പൂ എന്ന് പറയത്തില്ലേ, വിക്സോറ ഉണ്ട്. പിന്നെ ഷൂ ഫ്ലവർ, റെഡ് കളറിൻ്റെ ഷൂ ഫ്ലവർ ഉണ്ട്, ഡാർക്ക് പിങ്ക് ഷൂ ഫ്ലവർ ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇടാം.
പിന്നെ എന്താ ഈ സാധനം എന്തോ പറയുന്നത് എനിക്കറിയില്ല. ഗ്രീൻ കളർ വെർട്ടിക്കൽ ഗാർഡനിങ്ങിനൊക്കെ ഇടാം. പിന്നെ ഐവരി ഓഫീസ് ടൈം ഉണ്ട്. ഐവരി ഓഫീസ് ടൈം. പിന്നെ ഇതിനെന്തോ പറയുന്നതെന്നേ മറന്നു. കോളംബി ഫ്ലവർ. ഹൗ ഇസ് ദ റെയിനി സീസൺ? ഇപ്പം കറക്റ്റ് മഴ, ഭയങ്കര മഴയൊന്നുമില്ല. പിന്നെ മാങ്ങയൊക്കെ കുറേ വന്നിട്ടുണ്ട്. മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി. പിന്നെ കാഷ്യൂ ഉണ്ട്. ഇത് കാഷ്യൂ മരമാണ്. ഇത് മാങ്ങയുടെ, ഇത് നമ്മളുടെ അച്ചാറുണ്ടാക്കുന്ന മാങ്ങയുടെ. പിന്നെ അപ്പുറത്തുള്ളത് പഴുത്ത മാങ്ങയുടെ. പിന്നെ ഇത് സീതാഫൽ എന്ന് പറയുന്ന അറിയാമെന്ന് തോന്നുന്നു, അത്. പിന്നെ അത് അപ്പുറത്ത് കൊക്കോ ഉണ്ട്, ബാക്കിലാണ് കൊക്കോ ഉണ്ട്. അപ്പുറത്ത് ചക്കയുടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഇപ്പോൾ വെറും പറയാൻ വന്നതാ. വൈകിട്ട് 5:30 ലൈവ് വരാം. ഇപ്പോൾ ഉറങ്ങി എണീറ്റ കോലത്തിൽ. പിന്നെ സ്പൈഡർ പ്ലാന്റ്സ് ഉണ്ട്, കുറേ ഉണ്ട്. സ്പൈഡർ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇതുണ്ട്, ഇതിപ്പോൾ കാണുന്നില്ല. ടെറസിൽ ഒരു ഫുൾ ഗാർഡൻ ഉണ്ട്, ഒരു ദിവസം കാണിക്കാം. 5:30 PM, 5:30 അല്ലെങ്കിൽ 6 PM. അതിനുമുമ്പേ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, പിന്നെ ബൈ. ഞാൻ ലൈവിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. റിമൈൻഡിന് കൊടുത്ത് വെച്ചിരുന്ന റിമൈൻഡർ കിട്ടും. പിന്നെ അത് അപ്പുറത്തെ വീട്ടിൽ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ചീനിയൊക്കെ എല്ലാം വലുതായി. പിന്നെ അവരുടെ വീട്ടിൽ ഇവിടെ ഒരു വിഷുവിൻ്റെ മരം, അവിടെ ഫുള്ള് യെല്ലോ ആയിരുന്നു. ഇത് ഫുൾ ഗാർഡൻ. എനിക്ക് ഈ വർഷം 30 ആവും. മുടിയൊക്കെ വെട്ടി ചെറുതാക്കല്ലേ, ചൂടൊക്കെ കാരണം. അപ്പുറത്തെ സൈഡിലൊക്കെ ഇച്ചിരി ഗാർഡൻ ചേഞ്ചസ് വരുത്തിയായിരുന്നു മമ്മി. ഇന്ന് വൈകിട്ട് കാണിക്കാം. ഇപ്പോൾ വൈകിട്ട് മഴയാണെങ്കിൽ പിന്നെ കാണിക്കാം. ഞാൻ മുടി ഗ്രോ ചെയ്യും ഇപ്പം. ഓക്കെ, ബൈ. വൈകിട്ട് കാണാം. എൻ്റെ ഉറങ്ങി എണീറ്റ മോന്ത കാണണോ? മാരീഡ് നോക്കുന്നുണ്ടോ? ഇല്ല. സൗമ്യ ബൈജു ഇത് ഒറിജിനൽ ചാനലാണ് എന്നുവെച്ചാൽ പെണ്ണാണോ അതാ? ചിലവർ പെണ്ണുങ്ങളുടെ പേര് കൊടുത്തിട്ട് ആണുങ്ങളാണെന്ന് പിന്നെ പറയും ചാനലിൽ. എൻ്റെ ചാനലിൽ
30-50% പെണ്ണുങ്ങളും ബാക്കി ഫുൾ ആണുങ്ങളുമാണ്. അനാലിറ്റിക്സിൽ കാണിച്ച്. എന്തോന്ന് അറിഞ്ഞൂടൂ, ഒരു ഹെയർ കട്ട് ഇട്ടപ്പോട്ട് എല്ലാവരും ഹെയർ കട്ട് ചാനലാന്ന് വിചാരിച്ച് നടക്കും. ആക്ച്വലി ഞാൻ ബാക്കി ടാലൻ്റൊക്കെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചാനലായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു. എൻ്റെ ചാനലിൽ ഫസ്റ്റ് വീഡിയോസൊക്കെ നോക്കിയാൽ അറിയും. ലാപ്ടോപ്പിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഭൂതത്തിനെ പോലെ സുന്ദരി. ഓക്കെ, ബൈ, ടേക്ക് കെയർ, കട്ട്, ബൈ. ട്രാൻസ്ജെൻഡർ ലേഡിയാണ്. ഓക്കെ. ഓക്കെ, ബൈ. വൈകിട്ട് വരാം ലൈവ്. പിന്നെ ഇതാ ഇവിടെ ഒരു കളർഫുൾ ചെടിയുണ്ട്, കാണുന്നുണ്ടോ? പാമ്പിനെ പോലെയാണ്. പുറത്ത് അതും കൊടുക്കാൻ പറ്റും. അതാ മമ്മി ഇവിടുത്തെ ചെടിയും കൂടെ കട്ടിങ് ചെയ്ത്. ഇക്സോറ, അത് പിങ്ക് ഇക്സോറ. ഇപ്പോൾ പോവാ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബിഗ് കമ്മ്യൂണിറ്റിയാണ്. ഹെയർ കട്ട് ഇനി വീഡിയോ വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നു. പിന്നെ എൻ്റെ 1000 സബ്സ്ക്രൈബറിന് 500 സബ്സ്ക്രൈബറായി ഇപ്പോൾ. എന്തോ ഹെയർ കാണിക്കുമെന്ന് ചോദിച്ച ദേഷ്യായിടൂ. ഇല്ല, പക്ഷെ ഇപ്പം ഞാൻ മുടി ചീപ്പിയിട്ടില്ല. മഴയത്ത് പൂക്കൾ വീണു. താങ്ക് യു സൗമ്യ. മാമി എന്തിയെ റിഗാർഡ്സ് പറയണേ. മമ്മി ഹാപ്പിയാ, എല്ലാവർക്കും ഗാർഡൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ. ഒരു മിനിറ്റ്. അമ്മേ പഠിച്ചേക്ക് ഇങ്ങോട്ട് വന്നേ, ലൈവാ. അമ്മയൊന്ന് പറഞ്ഞിട്ടോ താങ്ക് യു എന്ന്. ഗാർഡനും ഉള്ളതാണ്.
അതാ മമ്മിയാ. താങ്ക് യു കേട്ടാ. സിൻഡ്രല്ലയുടെ മമ്മിയാ സൗമ്യ. താങ്ക് യു. താങ്ക് യു. മമ്മിയുടെ സൗണ്ടാ ഇപ്പം കേട്ടതേ. ആ മമ്മി കിച്ചണിൽ. മമ്മിയെ വിളിച്ച്. സൗമ്യ ബൈജു എന്തോ ഏജ്? എൻ്റെ ചേച്ചിയെന്ന് വിളിക്കാമോ? ചേച്ചിയുടെ മുടിയുടെ ലോങ്ങസ്റ്റ് ലെങ്ത് എത്രയാ? മോർ ദാൻ വേസ്റ്റ് ലെങ്ത് എന്നിട്ട്. ആ വേസ്റ്റ് ലെങ്ത് വരെ ഉണ്ടായിരുന്നു. ഫേസ് ഒന്നുകൂടെ കാണിക്കാമോ? ആർക്കോ ഹെയർ കട്ട് കാണണമെന്ന് പറഞ്ഞായിരുന്നു. തോന്നാം. മുൻപൊരു ലൈവ് വീഡിയോയിൽ ഫേസ് വന്നായിരുന്നു. പിന്നെ കട്ട് ചെയ്തിട്ട് തിരിച്ച് അപ്ലോഡ് ചെയ്യും. ഓക്കെ ബായ്. പിന്നെ കുറേ നേരമായി. ബായ്. ഈ വീഡിയോയിൽ ഇനി ഫേസ് വന്നിട്ടുണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് ഇടേണ്ടിരും. ഓക്കെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്. 1000 സബ്സ്ക്രൈബേഴ്സായി. 4000 വാച്ച് അവേഴ്സും കൂടെ ആക്കി തന്നാൽ കൊള്ളായിരുന്നു. താങ്ക് യു. താങ്ക് യു ക്രിസ്ത്യു. താങ്ക് യു സൗമ്യ ബൈജു. ആ അപ്പോൾ ഫേസ് റിവീലായല്ലേ. ഇപ്പോൾ പോകണ്ടേ? കൊതുക് കടിക്കുന്നു. ഒരാൾ 29 ഇയേഴ്സും ഒരാൾ 19 ഇയേഴ്സും എൻ്റെ അടുത്ത് ഇപ്പോൾ ലൈവ് സംസാരിക്കുന്നു. ഓക്കെ ബായ്. പിന്നെ ഇനി പോകണ്ടേ? ഇപ്പോൾ മാങ്ങ കാണാമോ മരത്തിൽ തൂങ്ങിയിരിക്കുന്നു. എൻ്റെ പേര് സിൻഡ്രല്ല. പോകണ്ടേ? അതെന്താ പോയ? കുവൈറ്റ് വന്നിട്ട് 4 വർഷമായി. അവിടെ ഇങ്ങനെയൊക്കെ ഒന്നും ഇല്ലായിരിക്കും അല്ലേ? ഗ്രീനറി. ക്രഷ്. മുടി വെട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കുറേ വളർന്നേനെ. പക്ഷെ അത്രയും ലോങ് മുടി സൂക്ഷിക്കാൻ പാടാ. ഇല്ല, ഒന്നും സാഡായില്ല. പക്ഷെ ഇപ്പോൾ പോണിറ്റെയിൽ തിരിച്ച് വേണമെന്ന് തോന്നുന്നു.
കുടയുടെ കുമ്പാരം. ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കാൻ മാങ്ങകൾ എടുത്ത് വെച്ചത്. ഇത്ര വലിയ മാങ്ങയെന്ന് കാണണോ? ഷോക്കായി പോകും. നോക്ക്, ഇത്രയും മുട്ടൻ. ഞാൻ സാഡായില്ലായിരുന്നു. ഞാൻ പേടിച്ചു പോയിരുന്നു ആദ്യം ഇത്ര മുടി ഉണ്ടായിരുന്നു എന്ന് കണ്ടപ്പോൾ. ഞാൻ വീഡിയോയിൽ നോക്കും, ഞാൻ നിലവിളിക്കുക വീഡിയോയിൽ. യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് മുടി വെട്ടുന്ന സമയത്ത്. നാട്ടിലാണോ ജോബ് നോക്കുന്നത്? ഞാൻ വർക്ക് ഫ്രം ഹോമാണ് നോക്കുന്നത്. നേരത്തെ ഒത്തിരി ഹെയർ ഉണ്ടായിരുന്നു. ലോങ് ആയിരുന്നു. ഞാൻ ഹെയർ കട്ട് വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കിക്കോ. ഞാൻ കുറേ ഹെയർ കട്ട് ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷം. ഒരു ഹെയർ കട്ട് കഴിഞ്ഞ് ഒരു ഹെയർ കട്ട്, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഹെയർ കട്ട്, അങ്ങനെ ഏകദേശം 7-8 പ്രാവശ്യം ഹെയർ കട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത്. അതല്ലാതെ 3 പ്രാവശ്യവും കട്ട് ചെയ്തു. കുവൈറ്റിലോട്ട് വരുന്നു. കുവൈറ്റ് ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ? സൗമ്യക്ക് കുവൈറ്റിൽ എന്താ ജോലി? കൃഷിയോ? ഒത്തിരി ഹെയർ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ മുടി വെരി ലോങ് ആയിരുന്നു പണ്ട്. അപ്പോൾ ചേച്ചിയുടെ ചാനൽ റീച്ച് കയറിയ മെയിൻ റീസൺ ഹെയർ ആണ്. ഹെയർ മാത്രമല്ല, ഇവിടെ ഒരു കൊല്ലത്തൊരു കട ഉണ്ടായിരുന്നു. ആ കട കുറേ വ്യൂസ് വന്നായിരുന്നു, പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സും വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നത് ഹെയർ കട്ടുകാരല്ല കൂടുതൽ. BTSൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. BTSൻ്റെ ഹെയറും എൻ്റെ ഹെയറും പറഞ്ഞൊരു കോമഡി വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഒറ്റയടിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് വന്നു. ഓഫീസ് വർക്ക് പോകുമ്പോൾ ഒന്നുകൂടെ കാണിക്കണേ ഫേസ്. ഇനി പിന്നെയാണ്. ന്യൂ വീടാ, പെയിൻറ്റിങ് വർക്ക് തുടങ്ങാൻ പോവാ. എന്നുവെച്ചാൽ ന്യൂ വീടല്ല, എന്നുവെച്ചാൽ പഴയ വീടുമല്ല. ഞാൻ ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കിയത്. ഇല്ല, മാരീഡ് ലൈഫ് നോക്കുന്നുണ്ട്. ഒരു 200 സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായും ഹെയർ കമ്മ്യൂണിറ്റിയാണ്. ബിക്കോസ് ഫേസ്ബുക്കിൽ ഒരു ഹെയർ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ചേച്ചിയുടെ ഹെയറും ചർച്ചയിൽ കയറിയിട്ടുണ്ട് ആ ടൈമിൽ. ആണോ?
ഞാൻ തന്നെയായിരുന്നു ഒരു പ്രാവശ്യം ഇട്ടായിരുന്നു എൻ്റെ ഹെയർ കട്ട് വീഡിയോയിൽ. പക്ഷേ അതിൽ അവരെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇതാരാ ഇട്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ആ മമ്മി വിളിച്ച ചോറ് റെഡിയായിരുന്നു. പക്ഷെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റാണ് തിന്നത്. ചക്കയുടെ മരം ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ചക്കകൾ. ഇത് നോക്കൂ, കൂട്ടത്തോടെ പട്ടിക്കുഞ്ഞുങ്ങൾ തൂങ്ങിയിരിക്കുന്നത്. ഓക്കെ ബായ്. പോന്നേ. ബായ്. അപ്പുറത്തെ വീട്ടിലെ ചക്ക. എൻ്റെ വ്ളോഗ്സ് കണ്ടിട്ടുണ്ടോ യൂട്യൂബ് ചാനലിൽ? അതിലും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ സൈഡിൽ. ഓക്കെ ബായ്. ഇനി പോകണം, കുറേ നേരമായി. ബൈ ബൈ. ഇനി വൈകിട്ട് വരാണ്ടേ. മുടി വളർന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണാതിരിക്കുകയാണ് ഒരാൾ. നാട്ടിൽ വന്നാൽ ചക്ക. മഴ പെയ്യുന്നു. ഇതുകൊണ്ട് കട്ടിങ് ചെയ്തത് മമ്മിയാണ്. നാട്ടിൽ വരുമ്പോൾ എന്ത് വേണമെന്ന് പറയണേ. ലൈക്ക് അടിച്ചിട്ടുണ്ട്. ലൈവ് താങ്ക് യു. പോകല്ലേ, ഞാൻ പോവാ, കുറേ നേരമായി. ബായ്. പോവാ. ഇനി മെസ്സേജ് ചെയ്യണ്ട. ഇനി വൈകിട്ട് വരാം. ഇപ്പം തന്നെ 30 minutes ആയി. ഇപ്പോൾ ടൈം കാണുന്ന 30 minutes, 31 minutes. ബായ്. ഇല്ല, ഇനി പേര് കാണിക്കണ്ട. അമ്മയർത്ത് വിളിച്ചു. എൻ്റെ പേര് സിൻഡ്രല്ല. ഓക്കെ ബായ്. ഈ പാർട്ട് കട്ടായിക്കും. ബായ്. പോവുക. ബായ്. ഗുഡ് ആഫ്റ്റർനൂൺ. ബൈ ബൈ. അയ്യോ, ഇനി വയ്യ. കുഴപ്പമില്ല. 5 minute ഈ ലൈവ് ഒന്നും കൂടെ ഇട്ട് നോക്കിയോ. 5 minute വയ്ക്കും. ഇത് കൊള്ളാവോ? അപ്പുറത്തെ കാട്ടിനടുത്തോണ്ട് വന്നേ. ഞാനും മമ്മിയും കൂടെ അപ്പുറത്തെ കാട്ടിനകത്ത് ഇരിക്കുന്നുണ്ടപ്പോൾ എടുത്തോണ്ട് വന്നു. 1 വർഷം മുൻപ് എടുത്തോണ്ട് വന്നതാ.
ഇതും ഇതും ഇവിടെ വേറെ കാട്ടിൽ തന്നെ കിട്ടും, പക്ഷേ കടയിൽ ഭയങ്കര വില. ഇത് ഒരെണ്ണം തന്നെ എനിക്കൊന്ന് 200 റുപ്പീസിൻ്റെ ഒക്കെ, 200 to 300 റുപ്പീസ്. പിന്നെ ഇത് ലില്ലി, എന്നതാ ഇത് ഇതും അറിയാമല്ലോ, ലില്ലിയ. ഇത് എന്തോ ഒരു ഈ സാധനമല്ലേ ഇത് വരും, ഇത് ലില്ലി വൈറ്റ് കളർ. ഇത് പപ്പയ, മുല്ലപ്പൂ, ഫാന്റാസ്റ്റിക്. ഇവിടെ റോസസ് വെച്ചിരിക്കും, തിരിച്ചടിച്ച് അല്ല കട്ടറും. കട്ടറുമ്മനെ കടിച്ച് കുഴപ്പമില്ല. ഇവിടെ തന്നെ തുളസി ഉണ്ട്. തുളസി എടുത്താൽ കിട്ടാൻ. ഇല്ല, ഇനി പിന്നെയും ഫേസ് കാണിക്കുന്നില്ല. കുറേ പ്രാവശ്യം കാണിച്ചു, ഇനി ഫേസ് റിവീലായി. ഗിഫ്റ്റ് ഉണ്ടോന്നാ മേടിക്കാവോ, ആർക്കറിയാം. മമ്മി വഴക്ക് പറയും. ബായ്, ഇനി പോവുക. കുറേ നേരമായതോ, 5 മിനിറ്റായി. ബൈ ബായ്. ശരിക്കും കട്ട് ചെയ്യാം. കട്ടറും കൂടെ കടിച്ച്. ബായ്. എൻ്റെ വീഡിയോസ് നോക്കാൻ മറക്കണ്ട കേട്ടോ എല്ലാവരും. എനിക്കറിയാം ഈ ലൈവ് ഇപ്പം ആരും നോക്കുന്നില്ലെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും നോക്കും. ടേക്ക് കെയർ. ബൈ. പീസ് ഔട്ട്.